വേണ്ട അമ്മായി, നമ്മൾ സംസാരിച്ച് പാഴാക്കുന്ന ഓരോ നിമിഷവും ബാലമാമന് കൂടുതൽ ആപത്ത. എടി നീ മിണ്ടായിരിക്കും. നല്ലവളായി അഭിനയിച്ച് നാട്ടുകാരെ മൊത്തം കയ്യിലെടുത്ത് വെച്ചേക്കല്ലോ നീ. നീ എന്റെ സ്വഭാവം മാറ്റരുത്. അച്ഛനെ എവിടെ ഒളിപ്പിച്ചിരിക്കുന്നത് പറയടി. നിനക്ക് എവിടുന്ന് കിട്ടി ചക്കി ഈ ഫോട്ടോ? അവിടെ ഒരു അച്ചാച്ചൻ ഒളിച്ചിരിപ്പുണ്ട്. അവിടുന്ന് കിട്ടിയത് എനിക്ക്. ഇതെനിക്ക് തരുമോ? ഇല്ല, ഞാൻ തരില്ല. താ വിട്. മോളെ, ഇനി എന്ത് ചെയ്യും? ഇവന്റെ അച്ഛൻ താലി എടുത്ത് കൊടുത്തിട്ട് കല്യാണം നടക്കൂ എന്ന് പൊന്നിന് വാശിയല്ലേ? അതില് മോള് ജയിക്കണം. അതിനുവേണ്ടി മാഷിനെ മോള് തന്നെ കണ്ടെത്തണം. പോലീസിനെ ഒന്ന് വിളിക്കും മോളെ. ആന്റി വിഷമിക്കണ്ട. അങ്കിളിനെ കണ്ടുപിടിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കാം. മമ്മി, എന്റെ ഫോണ് തന്നെ. ഒരു മിനിറ്റ് എഞ്ചിനീയർ മാഡം. നിങ്ങളായിട്ട് പോലീസിനെ വിളിക്കേണ്ട ആവശ്യമില്ല. സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. ഇവൻ എങ്ങനെ രക്ഷപ്പെട്ടു? ആ ബാബുക്കുട്ടൻ എല്ലാ പ്ലാനിങ്ങും തകർത്തെന്നാ തോന്നുന്നേ. ചേട്ടാ, ഞാനാ ബാലുമാമനെ ഒളിപ്പിച്ചിരിക്കുന്നെന്ന് പറഞ്ഞ് അമ്മായി എന്നെ പഴിച്ചോണ്ടിരിക്കുക. ചാരു, നീ എന്തിനാ വിഷമിക്കുന്നത്? അമ്മയുടെ വായിലെ നാക്ക് നിനക്ക് അറിയാവുന്നതല്ലേ? ഇതൊക്കെ കേട്ട് നിൽക്കാനുള്ള സമയം നമുക്കില്ല. അച്ഛൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അത് ചെയ്തത് ആരാണെന്ന് അറിയണം. നീ വാ. ഡേ, എന്റെ അച്ഛൻ എവിടെയാണെന്ന് പറ. അതായിരിക്കും നിനക്ക് നല്ലത്. എന്താ എടീന്നൊക്കെ വിളിക്കുന്നേ? നീ മിണ്ടാതിരിക്കടാ. ഇരിക്കാനോ? എടാ അനിയാം. അരവിന്ദ്, വേണ്ട. ആകാശേ, ഭാര്യയും ഭർത്താവും ചേർന്ന് നാടകത്തിന്റെ സെക്കൻഡ് ഹാഫ് തുടങ്ങാണോ? ഇത്രയും നേരം ഇവളാ ചോദിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പൊ ആകാശം. ശരിക്കും ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കേണ്ടതേ ഞാനാ. നീ അഭിനയിക്കല്ലേ മാഡം ശ്രേയ? ഇത് കണ്ടോ നീ? എന്താടാ ആകാശ് ഇത്? നീ എന്താ സൂക്ഷിച്ചു നോക്കുന്നേ? അച്ഛൻ വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞ് ഈ ഡ്രഗ് ഇഞ്ചക്ട് ചെയ്ത് തട്ടിക്കൊണ്ടു പോയല്ലേ? അച്ഛൻ എവിടെയാണെന്ന് മര്യാദയ്ക്ക് പറഞ്ഞോ നീ?
ഈശ്വര, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? ശ്രേയമോളെ, എനിക്ക് പേടിയാവുന്നു. എന്റെ മാഷിന് എന്തെങ്കിലും പറ്റിക്കാണോ? ആന്റി ഇമോഷണൽ ആവണ്ട. ഇവൻ പറയുന്നതൊക്കെ നുണയാ. എവിടുന്ന് ഒരു മെഡിസിൻ ബോട്ടിൽ വാങ്ങിക്കൊണ്ട് വന്ന് കഥ മെനയോ? ആരാടി കഥ മെനയുന്നത്? പറയടി. നീയും നിന്റെ ഭാര്യയും രണ്ടുപേരും കൂടി അങ്കിളിനെ എവിടെയോ മാറ്റി നിർത്തിയിട്ട് ഇവിടെ നിന്ന് തമാശ കളിക്കാണോ? എല്ലാം ചെയ്തു വെച്ചിട്ട് എല്ലാം കൂടി ഞങ്ങളുടെ തലയിലാക്കാൻ നോക്കുവാണോ? ഇനി നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഡീ. ഏയ്, അക്കുച്ചേട്ടാ, അക്കുച്ചേട്ടാ, വേണ്ട വേണ്ട അക്കുച്ചേട്ടാ, വേണ്ട. എന്താടാ മേഡത്തെ കൈവെക്കോ നീ? നമ്മുടെ അച്ഛനേക്കാൾ വലുതാണോ നിനക്ക് ഇവള്? അച്ഛൻ എവിടെയാന്ന് ഇവളോട് ചോദിക്കടാ. എന്താണ് നീ പറഞ്ഞത്? അക്കുച്ചേട്ടാ, വേണ്ട, അക്കുച്ചേട്ടാ, എന്താ? പറയോ? അവളെ കൊണ്ട് ഞാൻ പറയില്ല. ഇനി ആരായാലും ശരി. അരവിന്ദൻ, എന്താടാ? വേണ്ടാന്ന്.